പത്മശ്രീ മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരണപ്പെടുക. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളുള്ളത്. മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും അവര് നശിച്ച് നാരായണക്കല്ലെടുക്കുക. മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് എത്തട്ടെ എന്ന്. അല്ല, അവര് ഉയരങ്ങളിലേക്ക് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അത്രയത്. മോഹൻലാൽ ശക്തി പ്രാപിക്കുക, മമ്മൂട്ടി മരിക്കുക. മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങൾ കീഴടക്കുക, മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും നശിച്ച് നാറാണക്കല്ലെടുക്കുക. വലിയ ആഗ്രഹം അല്ലേ? 2023 നിന്നും 2024 കടക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാവേണ്ട മാറ്റം എന്താണ് എന്ന ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഒരാൾ നൽകിയ മറുപടിയാണിത്. എന്തുകൊണ്ടായിരിക്കണം മമ്മൂട്ടിയോടും മമ്മൂട്ടിയുടെ മകനോടും അയാൾക്ക് ഇത്ര വെറുപ്പ്? മമ്മൂട്ടിയുടെ മകനും ഇയാളെ പോയി വല്ലതും ചെയ്തിട്ടാണോ? അല്ല. ഇയാളുടെ പ്രശ്നം മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാന്റെയും പേരാണ്. ആ പേരുകൾ മുസ്ലിം പേരുകളാണ് എന്നതാണ്. മോഹൻലാലും മോഹൻലാലിന്റെ മകനും ശക്തി പ്രാപിക്കുന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എൻ്റെ വീഡിയോ കാണിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനും നശിച്ച് നാറാണക്കല്ലെടുക്കണമെന്ന ആഗ്രഹം അതെന്തായാലും എനിക്കില്ല. മോഹൻലാലും മോഹൻലാലിന്റെ മകനും നശിച്ച് നാറാണക്കല്ലെടുക്കണം എന്നുള്ള ആഗ്രഹവും ഇല്ല. പിന്നെ എന്താണ് ഇയാളുടെ പ്രശ്നം? എന്താണ് ഈ പറയുന്ന ആളുടെ പ്രശ്നം? എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നോക്കൂ, ഒരു വർഗീയവാദിയുടെ, ഒരു സംഘപരിവാറുകാരന്റെ, ഒരു ശാഖയിൽ ക്ലാസ് കേൾക്കുന്നവന്റെ ബ്രെയിനിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വർഗീയത എത്രത്തോളം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതാ ഇത്രത്തോളം വരും. ഇതുപോലെ വർഗീയത പറയാൻ സംഘികൾക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എന്തുകൊണ്ട് സംഘപരിവാർ എതിർക്കപ്പെടണം? എന്തുകൊണ്ട് സംഘപരിവാറിന്റെ ആശയങ്ങളെ തുറന്നു കാണിക്കണം എന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത്. ഇതുപോലുള്ള നാറികളാണ് നാട്ടിൽ വർഗീയ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടുന്നത്. ഇതുപോലുള്ള തെമ്മാടികളാണ് നാട്ടിലൊരു കലാപം ഉണ്ടാകുമ്പോൾ തൊട്ടപ്പുറത്തുള്ള മനുഷ്യന്റെ വയറ്റിലേക്ക് കത്തി ഇറക്കുക. മനസ്സിലായോ? ഗുജറാത്തിൽ നടന്ന പോലെ ഒരു കലാപം നടന്നാൽ ഇവനെപ്പോലുള്ള ആളുകളാവും അതിന്റെ മുന്നിലുണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇവർ തിന്നുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? സാധാരണ മനുഷ്യന്മാർ കഴിക്കുന്ന പോലെ ചോറല്ല എന്നുള്ളതാണ്. ചാണകം കഴിക്കുന്ന ടീമാണ്. ചാണകവും ഗോമൂത്രവും കഴിച്ച് തലക്ക് വെളിവില്ലാതായ ടീമാണ്. ഈ ആളെ എനിക്ക് പേഴ്സണലി നേരിട്ട് പരിചയമൊന്നുമില്ല. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ഒരു ഓൺലൈൻ മീഡിയയിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഇയാളുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇയാളുടെ പരിസരത്ത് ജീവിക്കുന്നവർ, അയൽവാസികളായിട്ടുള്ള ആളുകളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നല്ലോണം സൂക്ഷിക്കണം ഇയാളെ എന്ന് തന്നെയാണ് പറയുന്നത്. ഏത് നിമിഷവും ഈ നാടിനെ തകർക്കാൻ പോകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. മനസ്സിലായില്ലേ? ചെയ്യാൻ കഴിയാത്തോണ്ടാണ്. ഈ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തോണ്ടാണ്. ഇവിടെ മതനിരപേക്ഷതയുടെ വേരുകൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. വർഗീയവാദികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവനെപ്പോലുള്ള നാറികളൊക്കെ എപ്പോ ഈ നാട് കുട്ടിച്ചോറാക്കും എന്ന് ചിന്തിച്ചാൽ മതി. ആലോചിച്ച് നോക്കി നിങ്ങൾ. എല്ലാത്തിലും വർഗീയത കാണുന്ന ഒരു വിഭാഗമാണ് ഇത്തരം ആളുകൾ എന്നുള്ളതാണ്. നമ്മളാരെങ്കിലും മമ്മൂട്ടിയെയോ മോഹൻലാലിനെയോ ഒക്കെ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്രയും കാലം സ്നേഹിച്ചത്? അവരൊക്കെ ചെയ്ത സിനിമകൾ കണ്ടിട്ടുള്ളത്, അതിന് കൈയടിച്ചിട്ടുള്ളത്? എല്ലാ മേഖലയിലേക്കും വർഗീയത കൊണ്ടുവരാണ് ഇത്തരം ആളുകൾ എന്നുള്ളതാണ്. സംഘപരിവാറുകാർ, BJP-ക്കാർ, അവരിൽ നല്ലവരെന്നോ ചീത്തവരെന്നോ എന്ന് നമുക്ക് വേർതിരിക്കാനാവില്ല. ഒരു സംഘി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഉറപ്പായും ഇതുപോലെ വർഗീയ വിഷം ചീറ്റുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഉള്ളിൽ വർഗീയത കൊണ്ട് നടക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. അത്രേ പറയുന്നുള്ളൂ. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.